ഇത് ഭയങ്കര സാധനമാണ്. മുത്തനബിയുടെ ദീനിനെ ശരിയായി ഖിയാമം വരെ ഔലിയാക്കൾ ഉണ്ടെന്നും മുർസൽ 313 എന്നും ആകെ അംബിയ 100,024,000 ആണെന്നും അറിയാം. ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് അരീക്കോട് താഴത്തങ്ങാടി വലിയ ജുമത്ത് പള്ളിയുടെ ചുമരിലാണ്. 150ഓളം വർഷങ്ങൾക്ക് മുന്നേ മക്കയുടെയും മദീനയുടെയും ഒക്കെ ചിത്രങ്ങൾ സഹിതം രേഖപ്പെടുത്തിയ ഈ മഹത്തായ ചരിത്ര ഭാഗങ്ങളെല്ലാം നമ്മൾ പെയിൻറ് ചെയ്തു മായ്ച്ചു കളഞ്ഞിരുന്നു. പിന്നീട് ആ കുമ്മായമെല്ലാം അടർന്നു പോയപ്പോൾ ഇതാ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അല്പാൽപമായി കേട്ടു നോക്കാം പൂർണ്ണരൂപം പിന്നീട്. തങ്ങളെ ഖബർ, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബർ, ഉമർ റളിയല്ലാഹുവിന്റെ ഖബർ മൂന്നും അടയാളപ്പെടുത്തിയതാണ്. സിയാറത്ത് ചെയ്യാനുള്ള ഓരോ വാതിലുകൾ അവിടെ എഴുതി മേലെ ഉമർ റളിയല്ലാഹുവിന്റെ ഖബർ ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ എഴുത്തുകാരന്റെ ഏറ്റവും വലിയൊരു കഴിവ് കൂടിയാണ്. ഇത്രയും ഉയരത്തിൽ നോക്കിയാൽ ഇത് എഴുതിച്ചത് മിറർ വെച്ച് നോക്കിയാൽ ശരിക്കും തിരിയുള്ളൂ. മേലെ അപ്പുറത്ത് മിഹ്റാബുണ്ട്, അത് മിഹ്റാബ് ഉസ്മാനി. ഇന്ന് അതാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ കൈകാര്യകർത്താക്കളുടെ സ്ഥലമാണ്. പ്രധാനപ്പെട്ടവർ ഇരിക്കുന്ന സഭാ സ്ഥലം കെട്ടിൽ മദീന കെട്ടിലേക്ക് കടക്കുന്ന ഈ ബാദുക്കൽ തുർക്കി പട്ടാളം സാധാരണ ഫാറാവുണ്ട്. മിമ്പരിൽ മിഹ്റാബി റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്നല്ലോ. എൻ്റെ മിമ്പറിന്റെയും മിഹ്റാബിന്റെയും ഇടയിലുള്ള ഭാഗം സ്വർഗത്തിൽ നിന്നുള്ളൊരു തോപ്പാണ് എന്ന് പറഞ്ഞ ഹദീസ് അവിടെ എഴുതി വെച്ചത്. ആ ഭാഗം അടയാളപ്പെടുത്തിയതിനു ശേഷം ഇനി പോയാണ് പലതും. മക്കയുടെ ചിത്രമാണ്. മക്കയുടെ നമ്മളിപ്പോൾ ഇന്ന് എടുക്കുകയാണെങ്കിൽ ഒരു ഡ്രോൺ എടുത്തിട്ട് വിഷ്വലായിട്ടുള്ള ഒരു രൂപമായിട്ട് മനസ്സിലാക്കുന്നു. മക്കയുടെ എല്ലാ ഭാഗങ്ങളും എന്തായിട്ടുണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ കാലപ്പഴക്കം കൊണ്ട് ഈ കൈ തൊടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് എഴുത്തുകളൊക്കെ കുറേ മാഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ എഴുത്തുകളുണ്ട്. ഇവിടെയൊക്കെ ഓരോ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇന്നതാണ്, ഇത് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട് എഴുത്തുകൾ. ഇത് പഴയ സംസം കിണറാണ്, അന്ന് തുറന്നിട്ടുള്ളത്. കണ്ടോ ഈ അടയാളപ്പെടുത്തപ്പെട്ട് അന്ന് സംസമിന്റെ മേലെ ഒരു മക്തബ്, ഒരു ഓഫീസ്, ഞാൻ അടുത്ത് കയറാനുള്ള ഒരു കോണി. എഴുത്തുകൾ കാണുന്നുണ്ടോ? അതെ. يا ناظر نحو نقش قم بإناس وفي تبحثه كن أحرص الناس فإنه كلمة التوحيد منجية من قالها من خلود النار والباس ذا كم رجوت ويدعو الناظرون لي منقوش محيل لدين محو أرجاس. ഇത് മേലെയുള്ള കാലിഗ്രഫിയെ കുറിച്ചുള്ള ഒരു പരാമർശം. ആ കാലിഗ്രഫി മുമ്പ് ചെയ്തതാണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതെന്നെ നേരെ തിരിച്ചിട്ടു ബേക്ക് നോക്കി ഇങ്ങോട്ട് നോക്കിയാൽ ഇതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇടത് കൈ കൊണ്ട് കഴിയുന്ന ആൾക്കാരും വലത്തുനിന്നാ ചിലപ്പോൾ എഴുതുക. ഇത് ഇടതുനിന്ന് തന്നെ എഴുതിയിട്ട് ഒരു വളവോ തിരിവോ ഒന്നും ഇല്ലാതെ വളരെ വൃത്തിയിട്ട് എഴുതിയിട്ട് മേലെയും കാലിഗ്രഫി തന്നെയാണ്. അതെന്താണെന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. താഴെ ഇത് എഴുതിയത് ഞാൻ മേലെ കലിമത്ത് തൗഹീദാണ് എഴുതി വെച്ചത്. അത് ആരെങ്കിലും ചൊല്ലിയാൽ അവരെ ശാശ്വതമായ നരകവാസത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്ന ദിക്റാണ്. ഇത് നോക്കുന്ന ആളുകൾ മൊഹീദ്ദീൻ എന്ന് പറയുന്ന ഞാനാണിത് കൊത്തിവെച്ചത്, എനിക്ക് വേണ്ടി എപ്പോഴും ദ്വാ ചെയ്യണം, എൻ്റെ പാപങ്ങൾ പുറത്ത് കിട്ടണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മുമ്പ് റഫഅത്തു ഖലമി യൗമൽ ഇസ്നൈനി, ഞാനിതൊരു തിങ്കളാഴ്ച ദിവസം യൗമ ആശൂറ മുഹറം 10 അന്ന് ആണ് എഴുതി വെച്ചത് എന്നും 1306 എന്ന് അക്കത്തിലും ആമ വശഹിൻ എന്ന് അബ്ജദ് കണക്ക് പ്രകാരമുള്ള വർഷവും എഴുതി വെച്ചിട്ടുണ്ട്. ഇത്